ഹേ ഗായ്സ്, സുഖമല്ലേ? കുറച്ച് നാളായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എക്സാം കുറേ കാര്യങ്ങളായിട്ട് തിരക്കായിപ്പോയി. ഇത് എന്നോ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്, മീൻസ് 2-3-4-5 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്, എടുത്തു വെച്ച വീഡിയോ ആണ്. ഇടാനുള്ള മടി കൊണ്ടല്ല, ഇതെല്ലാം കൂടെ ഒരുമിച്ചായിപ്പോയി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ തിരക്കായിപ്പോയി, എന്തൊക്കെയോ തലയിൽ ഇങ്ങനെ ഓടി എന്തൊക്കെയോ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ നൈറ്റ് സ്റ്റഡി വ്ളോഗാണ്. അപ്പം പഠിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോയി. ഞാൻ ഗ്ലാസ് കിട്ടാത്തതുകൊണ്ട് ഒരു പാത്രം വെള്ളം തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 11-12 മണിയാകുമ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ള ബോധം വന്നത്. 11 മണി 12 1 മണിയാവാനായി ഏകദേശം. അപ്പോഴാണ് പഠിക്കാനുള്ള ത്വര വന്നത്. അങ്ങനെ അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത്രയും നേരം ചുമ്മാ ഇരുന്നു വെറുതെ. അപ്പോൾ അത്രയും നേരം വെറുതെ ഇരുന്നിട്ട് അപ്പം പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പഠിക്കണം. അങ്ങനെ പിന്നെ അതെനിക്ക് വരത്തില്ല, പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. അപ്പോൾ അതുവരെ ആ മൂഡ് പോകുന്നതിന് മുന്നേ നമ്മൾ പഠിക്കണം. അങ്ങനെ ഇരുന്നതാണ്. ഇത് ഞാൻ പഠിക്കാനിരുന്നത് മാത്സ് അങ്ങാണ്ടായിരുന്നു. മാത്സ് പഠിക്കാൻ വേണ്ടി ഇരുന്നു. അതിനുള്ള വൈഫൈ കണക്ട് ചെയ്യുന്നതാണ്. കുറച്ചൊരു ലാഗാണ് പരിപാടി. അതിനകത്തോട്ടാക്കുക, അങ്ങനെയൊക്കെ കുറച്ച് പണിയാണ് പറഞ്ഞത്. അപ്പം നിങ്ങളുടെ എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വിചാരിച്ചായിരുന്നു എക്സാമിൻ്റെ പേപ്പറിൻ്റെ റിവ്യൂ ഒക്കെ പറയണമെന്ന് ഞാൻ വെച്ചായിരുന്നു. പക്ഷേ തിരക്കായിരുന്നു. ഇനിയിപ്പം കഴിഞ്ഞ പരീക്ഷയുടെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ. പറയാൻ വെച്ചാൽ ടോട്ടലി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ നല്ലതാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ അല്ലേ? അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നോക്കാമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാമല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള റിവ്യൂ നിങ്ങളുടേത് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി വ്ളോഗിലേക്ക് കേൾക്കാം കേട്ടോ. ഇതാ പറഞ്ഞത്, ഞാൻ പഠിക്കാൻ നേരത്തെ എൻ്റെ കൂടെ ഒരു മനുഷ്യൻ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് ക്ലാസ് കാണാമല്ലോ എന്ന് വെച്ച് ഞാൻ തുറന്നത്. അപ്പം നെറ്റ് വരെ വർക്ക് ചെയ്യുന്നില്ല. അത്രയും അടിപൊളിയായിട്ടാണ് ഓരോരോ ഭാഗ്യങ്ങൾ. മറ്റേ ഈ പറയുന്നതില്ലേ, ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ ലോകം മുഴുവൻ കൂടെ നിൽക്കുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇത് മൊത്തം തിരിച്ചാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും തുടങ്ങുന്ന എന്തെങ്കിലും കുനിഷ്ടായിട്ട് വന്നോളും. ഇങ്ങനെ എവിടുന്നാന്ന് അറിയത്തില്ല, എല്ലാ വള്ളികളും നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ ആകർഷിക്കുന്ന പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഞാൻ മാത്സിൻ്റെ ചാപ്റ്ററാണ് പഠിക്കാനിരുന്നത്. മാത്സ് ആണല്ലോ കടുപ്പമുണ്ടായിരുന്നത്. അപ്പം കടുപ്പമുള്ളത് അതുകൊണ്ട് ഞാൻ മാത്സിൻ്റെ ചാപ്റ്ററാണ് കൊണ്ട് പഠിക്കാനിരുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് തുറന്നു വെച്ചിട്ട് എന്താ പഠിക്കേണ്ടതെന്ന് വരെ മറന്നുപോയി എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ബോധമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെന്താന്ന് പോലും ഏതാ എടുക്കേണ്ടതെന്ന് ഓർമ്മ വരുന്നില്ല. അതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തലയിൽ എന്താ കാണുന്നത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പം നമ്മൾ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനിരുന്നത്. അങ്ങനെ അതിൻ്റെ ക്ലാസ് കാണാൻ പോവുകയായിരുന്നു. മാത്സിൻ്റെ 5ാമത്തെ പാഠം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആ ചാപ്റ്ററാണെന്ന് തോന്നുന്നു. അതിൻ്റെ ആദ്യത്തെ പോർഷൻ കുഴപ്പമില്ല. രണ്ടാമത് വരുമ്പോൾ കുറച്ചൊരു കടുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? എനിക്കതൊരു ആദ്യത്തെ പോർഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ആ പോർഷൻ കുഴപ്പമില്ല. കാരണം ലിമിറ്റിംഗ് വാല്യൂം ഫങ്ഷൻ വാല്യൂം കണ്ടുപിടിച്ചാൽ അത് സെറ്റാണ്. അത് നോക്കണ്ട. അത് കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിലിറ്റി കുറച്ചെനിക്ക് കടുപ്പമായിട്ട് തോന്നി. ഇനിയിപ്പം കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചാൽ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതിന് സമയം എനിക്കില്ല. കാരണം എക്സാം അടുത്തായി. നാളെയാണ് എക്സാം. കാരണം ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തതാണേലും വോയിസ് ഓവർ ചെയ്യുന്നത് ഇന്നാണ്. ഇന്നത്തെ എക്സാം ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ബയോളജി എക്സാം എനിക്ക് കുഴപ്പമില്ല. ഒരു ഓക്കെ ആയിരുന്നു. കുഴപ്പമില്ലാതെ പഠിച്ചാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങളാൽ പഠിക്കാൻ പറ്റിയില്ല. മനസ്സിലായല്ലോ? ടൈം ടേബിൾ ഉണ്ടാക്കിയതൊക്കെ അറിയാമല്ലോ. അത് 2 ദിവസം ചെയ്ത് 3ാമത്തെ ദിവസം മുതൽ എന്നെ കണ്ടില്ലല്ലോ. ഇതെന്താ പറയുക, അതുവരെ കിട്ടുന്നില്ല.
കുറേ കാരണങ്ങളാൽ ആ ടൈം ടേബിൾ ഉണ്ടാക്കിയത് മുടങ്ങിപ്പോയി. അതുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കുറച്ചൊക്കെ നോക്കിയായിരുന്നു. അതാ ഞാനിപ്പം ഒരിതുമില്ലാതെ 12 മണി കഴിഞ്ഞിട്ട് പഠിക്കുന്നത്. 12 മണിയും കഴിഞ്ഞ് 1 മണിയാങ്ങാണ്ടായി. 1 മണിയാങ്ങാണ്ടായപ്പോൾ ഇത് തുടങ്ങിയത്. അങ്ങനെ കുറേ നേരം വേറെ ആംഗിളിൽ വെച്ച് ഞാൻ കാണിച്ചു തരാം എൻ്റെ പഠിത്തം. അങ്ങനെ കുറേ നേരം ഞാൻ നോക്കിയത്. ഇത് നിങ്ങൾ 2x-ലിട്ടാണോ കാണാറ്? ഞാൻ 2x-ലിട്ട് ആ ക്ലാസ്സൊക്കെ കാണാറ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന്. കാരണം എനിക്ക് അങ്ങനെ ഇടുമ്പോൾ 2x-ൽ ഇടുമ്പോൾ കുറച്ചും കൂടെ വേഗത്തിൽ തിരിയുന്നു. നിങ്ങൾക്ക് അങ്ങനെയാണോ? അങ്ങനെ ഇതൊക്കെ പഠിച്ച് 1 മണിയാകുമ്പം ഞാൻ ഇത് പഠിത്തം നിർത്തി. സംഭവം എന്താ വെച്ചാൽ വീട്ടിൽ എൻ്റെ ഈ രാത്രി 1 മണിക്ക് ഞാൻ ഈ ഒച്ച ഇപ്പുറത്തുനിന്ന് ക്ലാസ് കേൾക്കുന്നതുകൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും അതൊരു ശല്യമായി തീരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് നിർത്തി. അടുത്തതായിട്ട് എന്ത് ചെയ്തു, ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ബയോളജി പഠിക്കാമെന്ന് വെച്ചു. കാരണം ബയോളജി ക്ലാസ് കാണുന്നില്ല. വേറെ ഏതോ എനിക്ക് തോന്നുന്നു റീപ്രൊഡക്റ്റീവ് ഹെൽത്താണെന്ന് തോന്നുന്നു. അല്ലല്ല, റീപ്രൊഡക്ഷൻ ആണെന്ന് തോന്നുന്നു. ഏതോ അറിയത്തില്ല. ബയോളജിയുടെ ഏതോ, എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ബയോളജിയുടെ ഏതോ ഒരു ചാപ്റ്റർ എടുത്ത് ഞാൻ റിവൈസ് ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചാപ്റ്ററാണെന്ന് തോന്നുന്നു റിവൈസ് ചെയ്യുന്നത്. കാരണം അത് ഓൾറെഡി ഞാൻ നേരത്തെ പഠിച്ചത്. അപ്പോൾ ഞാനൊന്ന് റിവൈസ് ചെയ്യാമെന്ന് വെച്ചു. കാരണം അതാകുമ്പോൾ ക്ലാസ്സിൻ്റെ ഒച്ചയില്ലല്ലോ. ഇല്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ട് അത് ചാപ്റ്ററൊക്കെ റിവൈസ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് നോക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അത് കുറേ നേരം ഇരുന്ന് അത് വായിച്ച് കുറച്ചധികം നേരം ഇരുന്നായിരുന്നു. കാരണം ഞാൻ അത് തീർന്നപ്പോഴത്തേക്കൊരു 3 മണി ആയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം. പിന്നെ നേരെ അങ്ങ് ഉറക്കത്തിൻ്റെ ഇതിൽ ഞാൻ നേരെ അങ്ങ് കിടക്കുകയാണ് ചെയ്തത്. ഒരു 3-3:30 ആയിരുന്നു കിടക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന കാര്യമേ മറന്നുപോയി. അതാണ് ഞാൻ ഇത്രയും വൈകിപ്പോയത്. അപ്പം നിങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ പോർഷൻസൊക്കെ നിങ്ങൾക്ക് തീർന്നോന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക. ഞാൻ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.